അതറിയാം. മുജാഹിദ് പ്രസ്ഥാനം ഇങ്ങനെ ഉപ്പച്ച കലം പോലെ ഉന്നങ്കായി പൊട്ടിത്തെറിച്ച മാതിരിയൊക്കെ ആയത് സുന്യാള ഭിന്നത പോലെയല്ല, അടിസ്ഥാന ആദർശത്തിലാണ് എന്ന് മൂക്ക് കീപ്പെട്ട അയാൾക്കൊക്കെ അറിയാം. പക്ഷെ അറിയാത്തൊരു വിഷയമുണ്ട്, ഏതാണ് ഇപ്പൊ ഈ ശരിക്കുള്ള മുജാഹിദ് എന്നറിയില്ല. കാരണം ഹുസൈൻ സലഫി ഇപ്പൊ പേരോട് ഉസ്താദ് വായിച്ച ബുക്കിനെ ഗണ്ണിക്കണതേ മുജാഹിദീങ്ങൾക്ക് അതൊന്നും ബന്ധല്ല എന്നുള്ള ഡയലോഗിലാണ്. അതിന് മൗലവി നിങ്ങളെ ആരാ ഈ നാട്ടിൽ മുജാഹിദായി അംഗീകരിക്കണേ? നിങ്ങളെ മുജാഹിദായി ഈ നാട്ടിൽ കുറച്ച് ഖുറാഫി ജിന്നൂരികളല്ലാതെ നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന മുജാഹിദുകൾ നിങ്ങളെ മുജാഹിദാക്കി അംഗീകരിക്കണുണ്ടോ? അപ്പൊ ഈ മുജാഹിദീങ്ങളെ കാര്യം നിങ്ങൾ ഏതടിസ്ഥാനത്തിലാ പറയാ? അതാപ്പം ഞങ്ങൾക്ക് തിരിയാത്തത്. പലരോടും ആദർശ രംഗത്തുള്ള കൃത്യമായ വ്യത്യാസങ്ങൾ ഉള്ളതിനാൽ തന്നെയാണ് മാറി സഞ്ചരിക്കേണ്ടി വന്നത് എന്നുള്ളത് എല്ലാ ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ്. അതറിയും. പക്ഷെ നിങ്ങളാണോ മങ്കട് അബ്ദുൽ അസീസ് മൗലവിയാണോ മുജാഹിദ് എന്നറിയാനുള്ള മാനദണ്ഡം അറിയില്ല. അതാ പ്രശ്നം. അതുകൊണ്ട് തന്നെ ആദർശ രംഗത്തുള്ള വ്യത്യാസങ്ങളെ ആരിൽ നിന്നെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടായിക്കണേ. ഫത്താവൽ മനാറിൽ കയ്യും കാലും ഇല്ല എന്നാ പറയണേ. എന്നാൽ ഫൈസൽ മൗലവി ഇപ്പൊ പറയണേ കൈയുണ്ട് അത് കൈയല്ല. ഈ ഭാഷ ഞങ്ങൾക്ക് തിരിയണില്ല. കൈയുണ്ട് അത് കൈയല്ല, കാലുണ്ട് അത് കാലല്ല. ഇതിനൊക്കെ ചികിത്സ കൂളമ്പാറയിലാണ് മുജാഹിദീങ്ങളെ. ഇതൊന്നും ഇസ്ലാമല്ല. മുജാഹിദുകൾ അതൊന്നും ചോദ്യം ചെയ്തിട്ടുമുണ്ട്. അതിനേതായി മുജാഹിദ് കോൻ ഹേ? ആരാണത്? മുജാഹിദാണ് ഹുസൈൻ സലഫി എന്ന് ഇവിടുത്തെ ഭൂരിപക്ഷം മുജാഹിദുകൾ സമ്മതിക്കണ്ടേ? ഇവിടെ പേരോട് മുസ്ലിയാർ സർവ മുജാഹിദുകളെയും വെല്ലുവിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതാണ് കാരണം. ഇതിപ്പോ നിങ്ങൾ പിളർന്നതിന് ശേഷം തുടങ്ങിയതല്ല. പിളർന്നതിന് ശേഷം ഊരണ്ടോല്ല എന്നുള്ള ചർച്ച ഒക്കെ എത്തിയപ്പോഴാണ് പിളർന്നേ. അതിന്റെ മുമ്പേ ഇത് പ്രശ്നമുണ്ട്. ഫത്താവൽ മനാറിലുള്ളതും അതുപോലെ അമാനി മൗലവി എഴുതിയതും തെറ്റാണ്, ഇരുന്ന് തന്നെ പറയണമെന്ന് ഉമർ മൗലവി അപ്പുറത്ത് പറയുന്നുണ്ട്. അപ്പൊ ഇത് പിളരണീന്റെ മുമ്പേ ഈ ചക്കിയും ചാറും വെച്ച കൊയച്ചിൽ നിങ്ങളെ വിശ്വാസത്തിലുണ്ട്.